നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയായിരുന്നു. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ജനഹിതകരങ്ങളില്ലാത്ത ഒരുപാട് പ്രവൃത്തികൾ നടന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളുമെല്ലാം ആരോപണങ്ങളായി പറയുന്നത്. എന്തായാലും ഇടതുപക്ഷ സർക്കാർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പുറത്തു പോയിരിക്കുന്നു. എന്നാൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരിക്കുന്ന പല കെടുകാര്യസ്ഥതകളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ UDF സർക്കാർ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സർക്കാരുകൾ കഴിഞ്ഞ കാല സർക്കാരിന്റെ ചില ദുർചെയ്തികളെക്കുറിച്ചും അല്ല എന്നുണ്ടെങ്കിൽ നിരുത്തരവാദിത്തപരമായ ജനഹിതങ്ങളല്ലാത്ത പല പ്രഖ്യാപനങ്ങളും പദ്ധതികളുമെല്ലാം പുനഃപരിശോധിക്കുന്നു, അതിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒന്നാണ് നവകേരള യാത്ര നടത്തുമ്പോൾ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ചേർന്ന്, അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അന്ന് ക്യാബിനറ്റിലുണ്ടായിരുന്ന 20 മന്ത്രിമാരും ചേർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സദസ്, നവകേരള യാത്ര നടത്തുന്ന സന്ദർഭത്തിൽ നവകേരള ബസ്സിന് കരിങ്കൊടി കാണിച്ചു എന്നുള്ള കാര്യത്തിൽ ആലപ്പുഴയിൽ വെച്ച് ഇപ്പോഴത്തെ ആലപ്പുഴയിലെ MLA ആയ തോമസ് അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച അവശതയാക്കുന്ന രംഗങ്ങളെല്ലാം തത്സമയം ജനങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിയുകയായിരുന്നു. അത്തരം കിരാത വാഴ്ചയെക്കുറിച്ച് തീർച്ചയായും അന്വേഷണം ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അന്വേഷണം വന്നിരിക്കുന്നത്. അതായത് അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെയ്തത് അനധികൃതമായ നടപടി തന്നെയാണ്. പോലീസിന് അത്തരത്തിൽ ഒരു തരത്തിലും പെരുമാറാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരു കാരണവശാലും മുളവടി എടുത്തുകൊണ്ട് ചെന്ന് ദൂരെ മാറി കരിങ്കൊടി കാണിച്ചിരിക്കുന്ന ആളുകളെ തല്ലിച്ചതയ്ക്കാൻ പാടില്ല. ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നിട്ട് പോലും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഉത്തരവ് പൂഴ്ത്തിവെക്കുകയുണ്ടായിരുന്നു. ഗൺമാന്മാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരികയും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയുടെ സ്തുത്യർഹമായ പ്രധാന തീരുമാനങ്ങളിൽ ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു നവകേരള യാത്ര പോകുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്കാരെയും KSU പ്രവർത്തകരെയും എല്ലാം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഗൺമാനും അടക്കമുള്ള ആളുകൾ തല്ലിച്ചതച്ച ആ കേസ് വീണ്ടും അന്വേഷിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടി ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലുള്ള മുഖ്യമന്ത്രിയുടെ വീടിന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി 10ഓളം പോലീസുകാർ അവിടെ ഒരു ജീപ്പിൽ, അതായത് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ജീപ്പ് തന്നെ പോലീസ് സ്റ്റേഷനാക്കി മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീടിന് കാവൽ നൽകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ആ ജീപ്പ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ടില്ല. ആ ജീപ്പ് തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനായി അവിടെ പോലീസുകാർ ഉപയോഗിച്ചിരുന്നത്. ജീപ്പിന് പുറത്തിട്ടിരിക്കുന്ന ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടാണ് പോലീസുകാർ അവിടെ മാറി മാറി കാവൽ നിന്നിരുന്നത്. ഈ പോലീസുകാർക്ക് പ്രാഥമിക കൃത്യ നിർവഹണത്തിന് പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നില്ല മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്നുള്ളതാണ്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വീടിന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലവും പാണ്ഡ്യാലമുക്കിലുള്ള പിണറായി വിജയന്റെ ആ വീടിന് മുമ്പിൽ ഇങ്ങനെ ഒരു പോലീസ് ജീപ്പ് പാർക്ക് ചെയ്തിരുന്നത്. ആ പോലീസ് ജീപ്പിനകത്ത് തന്നെയായിരുന്നു ഏതാണ്ട് ഒരു SIയും 10ഓളം പേരുമടങ്ങുന്ന പോലീസുകാർ മാറി മാറി ഈ വീടിന് കാവൽ നിൽക്കുന്ന ജോലി നിർവഹിച്ചു കൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ VVIPകളുടെ വീടുകൾക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുക പതിവ് തന്നെയാണ്. എന്നാൽ അങ്ങനെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുമ്പോൾ പോലീസുകാർക്ക്, ആ സംരക്ഷിക്കാൻ നിൽക്കുന്ന കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് പ്രാഥമിക കൃത്യ നിർവഹണത്തിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആ വീടിന്റെ ഔട്ട് ഹൗസിൽ തന്നെ ഏർപ്പെടുത്തി കൊടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. എന്നാൽ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ വീട് അടച്ചുപൂട്ടി, ഗേറ്റ് അടച്ച് ഗേറ്റിന് പുറത്ത് ഇങ്ങോട്ട് മാറി മതിലിന് വെളിയിലാണ് പോലീസ് ജീപ്പ് പാർക്ക് ചെയ്തിരുന്നത്. ഈ പോലീസ് ജീപ്പാണ് പോലീസ് സ്റ്റേഷനായി ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പോലീസുകാർ കാവൽ നിന്നിരുന്നത് എന്ന് പറയുമ്പോൾ മാനുഷികമായ പ്രാഥമിക കൃത്യ നിർവഹണത്തിനുള്ള മാനുഷികമായ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് തന്റെ വീടിന് ഈ പോലീസുകാരെ കാവൽ നിർത്തിയിരുന്നത് എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. ഈ 10 വർഷക്കാലം അത്രയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇതിൽ മറ്റൊരു കാര്യം,
മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലുള്ള വീട്ടിൽ നിന്നും ഒരു വിളിപ്പാടകലെ മാത്രമാണ് പിണറായി പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പോലീസ് സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അതാത് ദിവസം രാവിലെ അവിടെ നിന്ന് പോലീസുകാർ എത്തി സംരക്ഷണം നൽകിയാൽ മതിയാവും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് എൻ്റെ വീടിന് മുൻപിൽ എൻ്റെ വീട് സംരക്ഷിക്കുന്നതിന് വേണ്ടി 10 വർഷക്കാലം ഒരു പോലീസ് ജീപ്പ് അവിടെ നിതാന്തമായ പട്രോളിങ്ങിൽ ഉണ്ടായിരിക്കണം. ആ പോലീസ് ജീപ്പിൽ SI ഉൾപ്പെടെയുള്ള റാങ്കിലുള്ള പോലീസുകാർ ഉണ്ടായിരിക്കണം എന്നുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിവാശി തന്നെയാണ് പോലീസുകാർക്ക് ദുരിതപൂർണമായ ജീവിതം ആ പോലീസ് ജീപ്പിനുള്ളിൽ 10 വർഷം വിധിക്കപ്പെട്ടത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും ഇപ്പോൾ പുതിയ മന്ത്രിസഭയും നിലവിൽ വന്നതോടുകൂടി മുഖ്യമന്ത്രി VD സതീശൻ പിണറായി വിജയന്റെ വീടിന് പിന്നിലെ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ പിൻവലിക്കുന്നു. ആ പോലീസ് ജീപ്പ് അവിടെ നിന്ന് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും പോലീസ് ജീപ്പ് ഇനി അവിടെ നിന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടതായി വരും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അനങ്ങാതെ കിടക്കുന്ന ആ പോലീസ് ജീപ്പ് ഒരുപക്ഷെ മഴയും വെയിലുമേറ്റ് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പൊരി വെയിലത്തും മഴയത്തുമെല്ലാം പിണറായി വിജയന്റെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർ അവിടെ ആ ജീപ്പിനുള്ളിലോ അല്ലെങ്കിൽ ജീപ്പിന് പുറത്തിട്ടിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കസേരയിലോ ഇരുന്നു കൊണ്ടാണ് തങ്ങളുടെ ജോലി നിർവഹിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ പോലീസുകാരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ എത്രത്തോളമാണ് ഒരു വിലയും കൽപ്പിക്കാതെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ അവർക്ക് അവസരം കൊടുക്കാതെ പീഡിപ്പിച്ചിരുന്നത് എന്നുള്ള ചിത്രം തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സുത്യർഹമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. പിണറായി വിജയന്റെ വീടിന് മുമ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നിർത്തിയിട്ടിരുന്ന ആ ജീപ്പ് അവിടെ നിന്നും മാറ്റുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതൊരു പക്ഷെ കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടതായി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കുകളെ കൊണ്ടുവന്ന് 2-3 ദിവസം പണിയെടുപ്പിച്ച് അത് വർക്കിംഗ് കണ്ടീഷൻ ആക്കിയതിനു ശേഷം മാത്രമേ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന ആൾതാമസമില്ലാത്ത ഒരു വീടിന് 10 വർഷക്കാലം കേരള പോലീസിന്റെ SI അടക്കമുള്ള 10 പോലീസുകാരെ ഡ്യൂട്ടിയിലിട്ടിരുന്നു രാവും പകലും, അതും ഒരു പോലീസ് ജീപ്പിനകത്താണ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രാഥമിക കർത്തവ്യത്തിന് പോലുള്ള അവസരങ്ങൾ നിഷേധിച്ചു എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം മനുഷ്യത്വരഹിതമായ ഒരു രീതിയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എന്തായാലും അതിനൊരു ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. അവിടെ കാവൽ നിന്ന പോലീസുകാർക്കും അവിടെ കാവൽ കിടന്ന പോലീസ് ജീപ്പിനും ശാപമോക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട വസ്തുത.